ചന്തയുടെ സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഇതുപോലത്തെ വണ്ടികളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. 2 ലോറിയുടെ വലിപ്പമുണ്ട് ആ ഒരു ലോറിക്ക് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. നമ്മളുള്ളത് അനന്തപൂർ ചന്തയിലാണ്, ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ എന്ന് പറയുന്ന പ്രദേശത്തുള്ള. ഇവിടങ്ങളിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയുമാണ് നാക്കാലി ചന്തകൾ ഉണ്ടാവുക എന്നുള്ളതാണ് അറിയപ്പെട്ടത്. ഒരുപാട് കന്നുകാലികളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. കാളകളുണ്ട്, പോത്തുകളുണ്ട്. പോത്തുകളാണ് ആന്ധ്രാപ്രദേശിലെ ഒരു മെയിൻ സംഭവം എന്നുള്ളതാണ്. മൊറ പോത്തുകളെല്ലാം തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്നാണ് വരുന്നത് എന്നെല്ലാം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ പിന്നെ കൂടുതൽ സംസാരിക്കാൻ ആ ഒരു ലാംഗ്വേജിൻ്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തെലുങ്കാണ് ഇവിടുത്തെ ഒരു ലാംഗ്വേജ്. നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും മറ്റുള്ളതിനൊക്കെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. ഈ ഒരു കാള വരുന്ന കണ്ടില്ലേ, മനോഹരമായിട്ട് അതിനെ കാണാൻ തന്നെ വേറൊരു രസകരമായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. ഇതുപോലത്തെ ദോസ്തുകളെയാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാ വണ്ടിക്കും അരികിലായിട്ട് ഇങ്ങനെ ഓരോന്നും കെട്ടിവെച്ചിട്ടുണ്ട്. അതായത് ഇവർ കച്ചവടം ചെയ്ത് എടുത്ത സാധനങ്ങളായിരിക്കാം കെട്ടിവെച്ചിട്ടുള്ളത്. കൂടുതലും പോത്തുകളൊക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാളകളും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ വന്നൊരു വണ്ടിയിൽ നിന്ന് ഇറക്കുന്ന ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. സ്റ്റേജ് പോലത്തെ അവിടെ കച്ചവടത്തിന് വേണ്ടിയിട്ട് നിർത്തിയിട്ടുള്ള ആ ഒരു ഏരിയ സ്റ്റേജ് പോലത്തതാണ്. അങ്ങനെ സ്റ്റേജ് പോലത്തതാക്കാൻ കാരണം വണ്ടികൾ വന്ന് റിവേഴ്സ് ചെയ്തിട്ട് പെട്ടെന്ന് ഇറക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്നുള്ളത് ഞാൻ ചിന്തിച്ചു പോയി. ചന്തയുടെ സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഇപ്പോഴും വണ്ടികളിൽ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ വരാനുണ്ടായ കാരണം കേരളത്തിൽ നിന്നുള്ള ഒരു വണ്ടി നാക്കാലികൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ അവരുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ചന്ത ഇന്നുണ്ട് എന്നുള്ളത് അറിയപ്പെട്ടത്. അങ്ങനെയാണ് ഞാനിവിടെ എത്തിപ്പെടാൻ കാരണം. ഇവിടെ വന്നപ്പോൾ ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കൂടുതലും കോഴിക്കോട്, വയനാട് ഭാഗത്തു നിന്നുള്ള ആളുകളെയാണ് കാണാൻ സാധിച്ചത്. ഇവിടെ ചെറിയ പോത്തുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. കാളകളൊക്കെ തന്നെ കുറച്ച് വലിപ്പമുള്ള കാളകളെയാണ് കാണാൻ സാധിക്കുന്നത്. കാലിലെല്ലാം തന്നെ ഒരു ലൈറ്റ് വെള്ള നിറം വരുന്ന പോത്തുംകുട്ടികളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ചന്തയുടെ ഒരു മെയിൻ ഏരിയ ആണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ എല്ലാം തന്നെ ഫില്ലറുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതായത് ആ ഒരു ചന്തയുടെ ഷീറ്റിട്ട ഭാഗം കംപ്ലീറ്റ് പണി തീർന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആ ഒരു ദൂരത്ത് കാണുന്ന ആ ഒരു ഷീറ്റിട്ട ഭാഗത്തിൻ്റെ അതേപോലെ ഇങ്ങോട്ട് നീട്ടാനുള്ളതായിരിക്കാം. അതിനു വേണ്ടിയിട്ടുള്ള ഫില്ലറുകളായിരിക്കാം സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുള്ളത് എന്ന് തോന്നിപ്പോയി. അങ്ങനെ നമ്മൾ അടുത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ അതുപോലത്തെ ഒരു പോത്തിനെയും അതിൻ്റെ ചെറിയൊരു കുട്ടിനെയും കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല രസകരമായിട്ടുണ്ട് എന്നുള്ളതാണ്. പോത്തുകളുടെ കാലെല്ലാം തന്നെ കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ളതാണോ എന്നുള്ളത് ഇങ്ങനെ സംശയിച്ചു പോയി. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ചന്ത ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതുപോലെ ഷീറ്റെല്ലാം ഇട്ടിട്ട് അതിലേക്ക് വെളിച്ചം വരാൻ വേണ്ടിയിട്ട് വെള്ള ഷീറ്റുകളെല്ലാം കൊടുത്തിട്ട് ഇങ്ങനെയുള്ള അറേഞ്ച്മെൻ്റൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ നിൽക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു ചന്തയുടെ പ്രത്യേകത എന്ന് തോന്നിപ്പോയി. എല്ലാ ഏരിയയിലും ഇല്ല എങ്കിൽ കൂടി ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെ പല ആളുകളും മേടിച്ച് വെച്ച നാക്കാലികളായിരിക്കാം. നാക്കാലികളെല്ലാം തന്നെ വിൽക്കാൻ കൊണ്ടുവന്നവരും ഇങ്ങനെ ഒരുമിച്ച് കൂട്ടത്തോടുക്കനെ വെച്ച് വിൽക്കുന്ന ആ ഒരു ബാർഗെയിൻ ചെയ്യുന്ന ആ ഒരു ഏരിയയും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് വണ്ടികളിലാണ് ഇങ്ങനെ കെട്ടിവെച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത്. എല്ലാം തന്നെ വാങ്ങി വെച്ചതായിരിക്കാം. പിന്നീട് നമ്മൾ സൈഡിലേക്കെല്ലാം നോക്കുമ്പോൾ കൊറിയർ ചെയ്യുന്ന പോലത്തെ വണ്ടികളിലൊക്കെ കന്നുകാലികളെ കയറ്റി കൊണ്ടുപോകുന്ന കാഴ്ചയൊക്കെ കാണാൻ സാധിച്ചു. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതുപോലത്തെ ഓപ്പൺ വണ്ടികളൊക്കെ പലയിടങ്ങളിലും തടയുന്നുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. പോലീസുകാർ പോലും ഇതിന് കിമ്പളം കിട്ടാൻ വേണ്ടിയിട്ട് കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ബോക്സ് പോലത്തെ അല്ലെങ്കിൽ കൊറിയർ പോലത്തെ വണ്ടികൾ ആകുമ്പോൾ പുറത്തേക്ക് ഇത് കാണുന്നില്ലല്ലോ. മേൽഭാഗത്ത് ഓക്സിജനും മറ്റും പാസിങ്ങിന് വേണ്ടിയിട്ട് ലൈനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സൈഡെല്ലാം തന്നെ നല്ല കവറിങ് ആയിട്ടുണ്ടാവും. അങ്ങനത്തെ വണ്ടികളും കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ അങ്ങനത്തെ വണ്ടികളൊന്നും കൂടുതൽ വീഡിയോ എടുക്കാൻ നിന്നില്ല. കാരണം ഇവർക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളതാണ്.